അപ്പോൾ ഗൈസ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പൂവാണ്. അപ്പോൾ ഈ പൂ ഉണ്ടാക്കാൻ വട്ടത്തിൽ പേപ്പർ കട്ട് ചെയ്യുക. അതുപോലെ ഞാൻ ഈ ചെയ്ത പോലെ ഫസ്റ്റ് മുതൽ ചെയ്ത് എന്നിട്ട് അതൊരു രീതിയിലാക്കിയിട്ട് മടക്കിയ ശേഷം അതിങ്ങനെ മടക്കുക. എന്നിട്ട് അതുപോലെ ഒരു കാര്യം പറയണ്ടേ, എൻ്റെ വീഡിയോസിന് ആരും ലൈക്ക് ചെയ്യില്ല, കമൻറ്റ് ചെയ്യില്ല, പ്രശ്നം. അങ്ങനെ എല്ലാം മടക്കിയ ശേഷം ഫുൾ മടക്കണം. മടക്കി ലാസ്റ്റ് അതിൻ്റെ ആ തുമ്പ് വരുന്നത് നല്ല മടക്കുക. അങ്ങനെ എല്ലാം അത് മടക്കുക. ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ പ്രത്യേകം അപ്പോൾ ഇങ്ങനെ മടക്കി പോവുക. ഇങ്ങനെ ചെയ്ത ശേഷം ഒന്നിങ്ങനെ തടവുക. അപ്പോൾ അതിൻ്റെ പൂക്കളൊന്ന് ഇതള് വിരിച്ച് വരും. ഇനി എന്താ ഞാൻ ഉണ്ടാക്കിയെന്നറിയോ? ഞാനീ പൂവാണ് ഉദ്ദേശിച്ചത്. ഇനി ഇത് പറഞ്ഞ പോലെ എല്ലാം ചെയ്യാം. 3 എണ്ണം എടുക്കുക. അങ്ങനെ ഒട്ടിക്കാനുണ്ട്. ഇതുപോലെ ഇത് പശ തേക്കുക, ആട്ട് ഒട്ടിക്കുക. ഇമ്മ ഫുള്ള് പശ തേക്കണം. എന്നിട്ട് അതൊന്ന് ഒട്ടിക്കുക. എന്നിട്ട് ഇങ്ങനെ എല്ലാം ഒട്ടിച്ചെടുക്കണം, ഒറ്റൊന്നും വിടാതെ. ശരിക്കും ഇതിന് വേണ്ടിയതൊരു 6 എണ്ണം 7 എണ്ണം മതി. ഇതിങ്ങനെ ഇത് പിന്നെ എൻ്റെ വലിയ പേപ്പറായതുകൊണ്ടാണ്, വീഡിയോയിൽ കാണുന്ന പോലെയല്ല, കുറച്ചുകൂടി വലിയ പേപ്പറാണ്. ഇനി ഇത് മടക്കി വന്ന് ഒട്ടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. പശ നല്ല ഒട്ടണം, അല്ലെങ്കിൽ പെട്ടെന്ന് പൊട്ടും. ഒട്ടി അങ്ങനെല്ലാം ഒട്ടിക്കണം. അങ്ങനെ ഫിനിഷ് ആയിട്ടുണ്ട്. നമ്മളത് പൂവാണ് ഉദ്ദേശിക്കുന്നത്. നല്ല ഭംഗിയിൽ വന്നിട്ടുണ്ട്. പക്ഷേ കളർ പേപ്പറായിട്ട് ചെയ്യുമ്പോൾ ഒന്നുകൂടി വൃത്തി കിട്ടും. അപ്പോൾ എല്ലാവർക്കും ബായ്. എല്ലാം ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്.